السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فأعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലുള്ള അബ്ദുൽ ജലീൽ മൗലവി, ഖാലിദ് സാഹിബ്, മറ്റു ഈ പ്രദേശത്തെ ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അവന്റെ ദീനിയായ ഈ ഒത്തുചേരൽ പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. രാവിലെ ഏകദേശം 6 മണിക്ക് തുടങ്ങിയതാണ്. പറ്റെങ്കിലൊന്ന് വലിയ ഊരക്കും മറ്റു പ്രയാസമില്ലാത്ത ആൾക്കാരൊന്ന് എണീറ്റ് ഇരുന്നാൽ അന്നോ. വലിയ പ്രയാസമുള്ള ആൾക്കാർ വേണ്ട. അതിനർത്ഥം ഇരിക്കണോലൊക്കെ ഊര പ്രശ്നമെന്നല്ല. ഒന്ന് കയ്യും കാലൊക്കെ നിർത്തിയാൽ ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് 8:30 ഞാൻ അവസാനിപ്പിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് അതിന് ശേഷം ഉണ്ടാവുള്ളൂ. ആദർശ കുടുംബം എന്നതാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമ്മളൊക്കെ വരുന്നത് ഓരോ വീടുകളിൽ നിന്നാണ്. ഇൻഷാ അല്ലാഹ് അല്പനേരം കൂടെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും എന്നാണ് നാം കണക്ക് കൂട്ടുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് പറയാൻ ഒരു ഉത്തരം സമയമെടുത്ത് എണ്ണി നോക്കാതെ പറയാൻ നമുക്ക് സാധിക്കും. നമ്മുടെയൊക്കെ വീടുകളിൽ റേഷൻ കാർഡുകളുണ്ട്. ആ റേഷൻ കാർഡിൽ ഉള്ള അംഗങ്ങൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ പേരും ആളെയും ഒക്കെ അറിയാം. നമ്മുടെ വീട്ടിലുള്ളവരാണവർ. പക്ഷേ ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നമ്മുടെ ആ റേഷൻ കാർഡ് ഇനി അടുത്ത ഒരു പുതുക്കുമ്പോൾ ചില പേരുകൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ ഉണ്ടാകില്ലേ? മക്കളെ കെട്ടിച്ചയച്ചത് ഒരുപക്ഷെ അവരുടെ പേര് അവിടെ ചേർക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് ഒഴിവാക്കും. മകൻ വേറെ താമസമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവനെയും അതിൽ നിന്ന് ഒഴിവാക്കി വേറെ റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്യും. ചില പേരുകൾ ചേർക്കും. നമ്മുടെ വീട്ടിലേക്ക് മരുമക്കളായി കയറി വന്നവരുടെ പേര് അതിൽ ചേർക്കും. അതുപോലെ പുതിയ കുട്ടികളുടെ പേരുകൾ അതിൽ ചേർക്കും. എന്നാൽ ചില പേരുകൾ അതിൽ ഡിലീറ്റ് ചെയ്യപ്പെടും. അത് ആ വീട്ടിൽ നിന്ന് മരിച്ചവരുടേതാണ്.
ഇപ്പോൾ ഇവിടെ ഉള്ള നമ്മുടെ റേഷൻ കാർഡിൽ ഉള്ള ചില പേരുകൾ അടുത്ത ആ റേഷൻ കാർഡ് പുതുക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പയുടെ പേര് അതിൽ ഉണ്ടാകില്ല, ഉമ്മയുടെ പേരതിൽ ഉണ്ടാകില്ല. ചിലപ്പോൾ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ, വളരെ അപൂർവമായെങ്കിലും മകന്റെ, മകളുടെ, പേരക്കുട്ടിയുടെ ഒക്കെ പേരതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മെ ഇങ്ങോട്ട് സൃഷ്ടിച്ചയച്ച റബ്ബിന്റെ തീരുമാനപ്രകാരം അവർ പോകേണ്ട സമയമായപ്പോൾ അവർ പോയി. ആ പോക്ക് പിടിച്ചു വെക്കാൻ ഈ വീട്ടിലുള്ള സൗകര്യങ്ങൾ കൊണ്ട് സാധ്യമല്ല. കുടുംബാംഗങ്ങൾക്ക് അയാളുള്ള ഇഷ്ടം കൊണ്ട് സാധ്യമല്ല. ഉപ്പ മരിക്കുമ്പോൾ വാവിട്ട് കരയുന്ന മക്കളുടെ കരച്ചിൽ കൊണ്ട് സാധ്യമല്ല. സമയമായാൽ പോയേ പറ്റൂ, റബ്ബിന്റെ തീരുമാനമാണത്. ഈ പോകുന്ന പോക്ക് എന്നേക്കുമുള്ള പോക്കാണോ? സത്യത്തിൽ ഇനി ഒരു ജീവിതമില്ലേ? ഉണ്ട്, പരലോകമുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടും. ആദ്യത്തെ മനുഷ്യൻ മുതൽ ഈ ലോകത്തെ ഏറ്റവും അവസാനമായി ജനിക്കാനിരിക്കുന്ന ആള് വരെ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും. പിന്നീട് ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഒരു മരണമില്ല. മരണം ഇവിടെയേ ഉള്ളൂ, അവിടെ ഇല്ല. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ആ കുടുംബത്തിലെ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ആ സ്വർഗത്തിൽ ഉണ്ടാകണമെന്നത് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ അടങ്ങാത്ത ആഗ്രഹമാകണം. അതിനെന്ത് വില കൊടുക്കാനും എന്ത് റിസ്ക് എടുക്കാനും നാം തയ്യാറാകണം. അതാണ് ജീവിതം. ആ സ്വർഗത്തിൽ മരണമില്ല, നരകത്തിലും മരണമില്ല എന്ന് നാം മനസ്സിലാക്കണം. സ്വർഗത്തിൽ മരണമില്ല, അവിടെ പിന്നെ അസുഖങ്ങളില്ല, അവിടെ ടെൻഷനില്ല, അസ്വസ്ഥതകളും അലർജിയുമില്ല. സുഖങ്ങളിൽ നിന്ന് സുഖത്തിലേക്കുള്ള, സൗകര്യങ്ങളിൽ നിന്ന് സൗകര്യങ്ങളിലേക്കുള്ള അവസാനിക്കാത്ത യാത്രയാണ് സ്വർഗമെന്ന് പറയുന്നത്. അവിടെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചുണ്ടാകണമെന്ന് ഏത് സന്തോഷവേളയിലും ബഹുമാന്യരെ നാം മറന്നു പോകരുത്. ഏത് സങ്കടത്തിന്റെയും പ്രയാസത്തിന്റെയും സമയമാണെങ്കിലും നാം മറന്നു പോകരുത്. അടങ്ങാത്ത ആഗ്രഹമാകണം അത്. സൂചിപ്പിച്ച പോലെ അവനവന്റെ സമയമായാൽ ഈ ലോകത്ത് നിന്ന് യാത്ര പറയണം, അത് തീർച്ചയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാമൊക്കെ പത്ര മാധ്യമങ്ങളിലൂടെ, മറ്റു സംവിധാനങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞ ഒരു വാർത്തയുണ്ട്. വണ്ടൂരിനടുത്ത് ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഒരു മകൾ, അവൾ മൈസൂരിൽ നഴ്സിംഗിന് പഠിക്കുകയാണ്. കുടുംബസമേതം ഈ വീട്ടിലെ ഒരു 6-7 ആളുകൾ എല്ലാവരും കൂടെ ഒരു വാഹനത്തിൽ അവളെ മൈസൂരിൽ കൊണ്ടാക്കി തിരിച്ചു പോരുകയാണ്. സമയം അർദ്ധരാത്രിയാണ്. വീട്ടിലേക്ക് എത്താൻ ഏകദേശം 1.5 കിലോമീറ്ററോ 2 കിലോമീറ്ററോ മാത്രമാണ് ഉള്ളത്. ആ സന്ദർഭത്തിൽ ഡ്രൈവർ ഉറങ്ങിയതാകാം ഒരു പക്ഷേ. ആ വാഹനം നേരെ പോകുന്ന ദിശയ്ക്ക് എതിർവശത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയും ആ നഴ്സിംഗിന് പഠിക്കുന്ന കുട്ടിയുടെ വല്യമ്മ ആ അപകടത്തിൽ അന്ന് മരിച്ചു. മിനിയാന്ന് ആ കുട്ടിയുടെ വല്യപ്പയും ആ കുട്ടിയുടെ ഉമ്മയും മരിച്ചു. അർഹമുർ റഹീമീനായ അല്ലാഹ്
കുടുംബസമേതം അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മൾ ആലോചിച്ചു നോക്കൂ, സ്വാഭാവികമായി മൈസൂരിൽ പഠിക്കുന്ന ഒരു കുട്ടി അവിടെ തിരിച്ചാക്കി വരുമ്പോൾ നമ്മളൊക്കെ പലരും ചെയ്യുന്ന പോലെ മൈസൂരിലൊക്കെ ഒന്ന് കറങ്ങിയിട്ടുണ്ടാകാം, ഒരു ആ നിലക്കുള്ള എൻജോയ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം, അറിയില്ല, ഉണ്ടാകാം, സാധ്യതയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയം ഏകദേശം 1.5 കിലോമീറ്റർ ഇനി വീട്ടിലേക്കുള്ളൂ എന്നൊരു സന്ദർഭത്തിൽ അവിടെ അള്ളാഹുവിന്റെ അലംഘനീയമായി വിളിക്കവർ ഉത്തരം നൽകേണ്ടി വരികയാണ്. നമ്മളും യാത്ര ചെയ്യുന്നവരല്ലേ? അള്ളാഹു നിശ്ചയിച്ച സമയത്തിന്റെ അപ്പുറം പോകാൻ കഴിയുമോ നമുക്ക്? ആരോഗ്യത്തിന്റെ ബലം കൊണ്ട്, നമ്മുടെ മസിൽ പവർ കൊണ്ട്, ഹെൽത്ത് ചെക്കപ്പ് കൊണ്ട്, അതുപോലെ തന്നെ ആ നിലക്കുള്ള ബോഡി ഫിറ്റ്നസ് കൊണ്ട് സാധ്യമാണോ? റബ്ബ് നിശ്ചയിച്ച സമയത്ത് പോകണ്ടേ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരാളുടെ അവധിയായാൽ പിന്നെ അള്ളാഹു ഒരാളെയും വൈകിപ്പിക്കില്ല. ബഹുമാന്യ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മുടെ മറ്റെന്തെങ്കിലും ബലം കൊണ്ടോ കഴിവ് കൊണ്ടോ അല്ല. ലോകത്തിന്റെ സട്ടാവ് നമുക്ക് കണക്കാക്കിയ സമയമായിട്ടില്ല എന്ന ഒരൊറ്റ ഒന്നുകൊണ്ടാണ് നാം ഇവിടെ ബാക്കിയായിട്ടുള്ളത് എന്ന ബോധം നമുക്കുണ്ടാകണം. ഞാൻ മറ്റൊരു സംഭവം പറയാം. ഏകദേശം ഒരു 1.5 മാസം മുമ്പ് ചെമ്മാട് നമ്മുടെ പള്ളിയിൽ വളരെ സജീവമായി നമ്മുടെ ആ രംഗത്തുള്ള ഒരു പ്രവർത്തകൻ, പള്ളിയുടെ പുതുക്കിപ്പണിയലും അതുമായി ബന്ധപ്പെട്ട പണിക്കൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന റഫീഖ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹം സുബഹ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരികയാണ്. സാധാരണ പള്ളിയുടെ അടുത്ത് തന്നെയാണ് വീട്. സ്കൂട്ടിയിലാണ് സാധാരണ പള്ളിയിൽ വരാറുള്ളത്. അന്ന് ചെറിയൊരു ചാറൽ മഴയുണ്ട്. അതുകൊണ്ട് ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ സ്കൂട്ടറിന് പോകണ്ട, മഴല്ലേ, ഇതാ കൊട ഇതാ എന്ന് പറഞ്ഞ് ഭാര്യ കൊടയെടുത്ത് പള്ളിയിലേക്ക് അയക്കുകയാണ്. അദ്ദേഹം പള്ളിയിലെത്തി. 1-ാമത്തെ റക്അത്ത് കഴിഞ്ഞു. 2-ാമത്തെ റക്അത്തിലേക്ക് അദ്ദേഹം ഉയർന്ന് ഏതാനും നിമിഷങ്ങളായപ്പോൾ അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ പ്രിയമുള്ളവരെ, ആ തന്റെ ഭർത്താവിനെ പള്ളിയിലേക്ക് കുടയെടുത്ത് പറഞ്ഞയച്ച ആ ഭാര്യക്ക് അല്പനേരം കഴിഞ്ഞു വരുന്ന വിവരം എന്താണ്? നിങ്ങൾ കുടയെടുത്ത് പറഞ്ഞയച്ച നിങ്ങളുടെ ഭർത്താവ് ആ പള്ളിയിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇതാണ് നമ്മുടെ ജീവിതം. പക്ഷേ എപ്പോഴെങ്കിലും ഇതേപോലെ ഇങ്ങനെ പോവുക എന്നുള്ളതാണോ? ഓരോ സമയത്ത് ഇങ്ങനെ പോവുക, എന്താ ഇങ്ങനെ ഒരു ഓർഡർ കാണുന്നില്ലല്ലോ? ആദ്യം ജനിച്ചവർ മാത്രമല്ലല്ലോ ആദ്യം മരിക്കുന്നത് എന്നൊക്കെ ഒരു പക്ഷെ നാം ചിന്തിച്ചേക്കും. അള്ളാഹുവിന്റെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ പ്രകാരമാണ് ഓരോന്നും നടക്കുന്നത്. എന്നാൽ ഇങ്ങനൊരു മരണമില്ലാത്ത ആ സ്വർഗമുണ്ടെന്നും അവിടെ എല്ലാവരും ഒന്നിക്കണമെന്നുമുള്ള ഒരു ബോധം, ഒരു ചിന്ത, ഒരു വികാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉണ്ടാകും, സ്വാഭാവികമാണ്. അതേ ദിവസം ആ ചെമ്മാട് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അതേ ദിവസം തലപ്പാടിയിൽ, കേരള കർണാടക ബോർഡർ തലപ്പാടിയിൽ നടന്നൊരു സംഭവമുണ്ട്. ഇത് സുബഹിക്കാണെങ്കിൽ അത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. എന്താ സംഭവം എന്നറിയോ? ആ ഭാഗത്തുള്ള നമ്മുടെ ഒരു സഹോദരന്റെ കുടുംബത്തിലെ 5 സ്ത്രീകൾ ഒരു അപകടത്തിൽ മരിച്ചു. അവരൊരു ഓട്ടോറിക്ഷയിൽ പോവാണ്. അപ്പോ ഒരു ബസ് വന്ന് ആ ബസ് എന്തോ പോയിട്ട് ഇടിച്ചു, ഒരു സ്ഥലത്ത് പോയിട്ട് ഇടിച്ചു. എന്നിട്ട് അതേപോലെ ബസ് റിവേഴ്സിലേക്ക് വന്നു, അതിവേഗതയിൽ പിന്നോട്ട് വന്നു. അവിടെ ആ ഓട്ടോയിൽ വന്ന് ഇടിച്ചു. ആ ഓട്ടോ ഡ്രൈവറും 5 സ്ത്രീകളും മരണപ്പെട്ടു. ആരൊക്കെയെന്നറിയോ? നമ്മുടെ ആ സുഹൃത്തിന്റെ 2 സഹോദരിമാർ. ഒരു സഹോദരിയുടെ 11 വയസ്സുള്ള ഒരു മോള്, ഒരു അമ്മായി, ഒരു അനിയന്റെ ഭാര്യ. ഈ 5 സ്ത്രീകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അവരെ എല്ലാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വീട്ടിൽ 5 സ്ത്രീകളുടെ മയ്യത്ത് ഇങ്ങനെ വരിയായി കിടത്തുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. പറയുന്നത് ഇതാണ് ഈ ലോകത്തെ സിസ്റ്റം. ഇത് കഴിഞ്ഞ് നാം ഇവിടെ അവനവന്റെ സമയമായാൽ പോകും തീർച്ചയാണ്. എന്നാൽ എത്തുന്നത് പരലോകത്താണ്. അവിടെ സ്വർഗത്തിൽ ഉണ്ടാകണം. അവിടെ പിന്നെ ഒരു മരണമില്ലല്ലോ, അവിടെ പിന്നെ ഒരു വേദനയില്ലല്ലോ,
അവിടെ പിന്നെ ഒരു അസുഖമില്ലല്ലോ, ആ നിലക്കുള്ള അസ്വസ്ഥതയോ മാനസികമായി പിരിമുറുക്കമോ ഇവിടെ എന്തൊക്കെ നമ്മൾ അലോസരപ്പെടുത്തുന്നുവോ അതൊന്നുമില്ലല്ലോ. ആ സ്വർഗത്തിൽ ഞാൻ ഉണ്ടാകണം, എന്റെ കുടുംബാംഗങ്ങൾ ഉണ്ടാകണം, ഉപ്പയും ഉമ്മയും ഉണ്ടാകണം, ഭാര്യ ഭർത്താവ് ഉണ്ടാകണം, സഹോദരങ്ങൾ ഉണ്ടാകണം, മക്കളും വെല്ലിപ്പയും വെല്ലിമ്മയും പേരമക്കളും എല്ലാവരും അവിടെ ഉണ്ടാകണം എന്ന ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു തആല അതിന് അവസരം തരും. അല്ലാഹ് പറയുന്നുണ്ട് സൂറത്തുർ റഅദിൽ, ജന്നാതു അദ്ൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. അല്ലാഹ് പറയുന്നത് ആ ജന്നാതു അദ്ൻ, സുഖലോലുപതയുടെ ആ സ്വർഗീയ ലോകം, യദ്ഖുലൂനഹാ, ആ സ്വർഗത്തിൽ അവർ പ്രവേശിക്കും. വിശ്വാസികളായ ആളുകൾ പ്രവേശിക്കും. അവര് മാത്രമാണോ? വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ സ്വാലിഹീങ്ങളായ മാതാപിതാക്കൾ, സ്വാലിഹീങ്ങളായ ഇണകൾ, സ്വാലിഹീങ്ങളായ മക്കൾ, ഇവരെല്ലാവരും ആ സ്വർഗത്തിലുണ്ടാകും. പക്ഷേ അല്ലാഹ് വച്ച ഒരു നിബന്ധനയുണ്ട്, അത് അവർ സ്വാലിഹീങ്ങളായിരിക്കണം എന്നതാണ്. ഉമ്മയുടെ കെയർ ഓഫിൽ ഉപ്പാക്ക് സ്വർഗത്ത് കിടക്കാൻ കഴിയൂല, തിരിച്ചും കഴിയൂല. ഉമ്മാന്റെ ഉപ്പാന്റെ കെയർ ഓഫിൽ മക്കൾക്ക് സ്വർഗത്ത് കയറാൻ കഴിയൂല. ഭാര്യയുടെ കെയർ ഓഫിൽ ഭർത്താവിനോ, ഭർത്താവിന്റെ കെയർ ഓഫിൽ ഭാര്യക്കോ കഴിയൂല. സഹോദരന്റെ കെയർ ഓഫിൽ മറ്റൊരു സഹോദരനോ തിരിച്ചോ കഴിയൂല. മറിച്ച് ഓരോരുത്തർക്കും വേണം അതിനുള്ള യോഗ്യത. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 4, 5, 6, 8, 10 ആൾക്കാർ അടങ്ങുന്ന ഒരു സംഘം എല്ലാവരും ഒന്നിച്ച് ഉംറക്ക് പോവാണ്. എയർപോർട്ടിൽ അതിൽ 8 ആളുണ്ടെങ്കിൽ 8 ആൾക്കും പാസ്പോർട്ടും വിസയും രേഖയും കാര്യങ്ങളൊക്കെ വേണ്ടേ? വേണമല്ലോ. 7 ആൾക്കുണ്ട്, ബാക്കി ഒരാൾ ഈ കെയർ ഓഫിൽ പോകും, ഇവിടെ തന്നെ പോകൂല, എന്നിട്ടല്ലേ അല്ലാഹുവിന്റെ അടുക്കല്. അതുകൊണ്ട് ഓരോരുത്തർക്കും വ്യക്തിപരമായ യോഗ്യത ഉണ്ടാകണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് നമ്മൾ ഉറപ്പിക്കണം. ഞാൻ എന്റെ ഈ സംസാരത്തിന്റെ ആറ്റിക്കുറിക്ക് പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ആ സ്വർഗത്തിൽ നമ്മളെല്ലാവരും കുടുംബത്തോടൊപ്പം ഉണ്ടാകണമെന്ന അടങ്ങാത്ത ആഗ്രഹം, ഏത് തിരക്കിലും മറന്നു പോകാത്ത ആഗ്രഹം, ഏത് സന്തോഷത്തിലും മറന്നു പോകാത്ത ആഗ്രഹം. 1. 2, അതിനു വേണ്ട കഠിനാധ്വാനം, ബോധപൂർവമായ ശ്രമങ്ങൾ. 3, അതിനു വേണ്ട ആത്മാർത്ഥമായ പ്രാർത്ഥന. ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി. നോക്കൂ, ഈ സ്വർഗത്തിലെത്താൻ നമ്മുടെ കുടുംബത്തിൽ, വീട്ടിൽ ചില ചിട്ടകളുണ്ട്. ആദർശപരമായ ചിട്ടകൾ, ദീനീയായ ചിട്ടകൾ. നമ്മുടെ വീട്ടിൽ അള്ളാഹുവിന്റെ ദിക്ർ നടക്കണം, അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ നടക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിന്റെ ദിക്ർ നടക്കാത്ത വീട്, അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ നടക്കാത്ത വീട് ഒരു മയ്യിത്താണ് എന്നാണ്. കൽ മയ്യിത്ത് എന്നാണ്. എന്നാൽ ദിക്ർ നടക്കുന്നതാണെങ്കിൽ അത് അൽ ഹയ്യ് എന്നാണ്, ജീവസുറ്റതാണ്, ജീവനുള്ളതാണ്. നമ്മുടെ വീടുകൾ മൃതദേഹ കണക്കെ, ചത്ത കണക്കെ ആവാൻ പാടില്ല. അത് ജീവനുള്ളതായിരിക്കണം. അതിന് അല്ലാഹുവിന്റെ ദിക്ർ നടക്കണം. വീട്ടിൽ കയറാൻ ബിസ്മി ചൊല്ലിക്കൊണ്ട് പ്രവേശിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങുന്നു. അങ്ങനെ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴൊക്കെ ബിസ്മി ചൊല്ലി ആ നിലക്ക് ആരംഭിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആ പ്രാർത്ഥനയുണ്ടല്ലോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വലിയ പ്രൊട്ടക്ഷനാണത്. ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇറങ്ങുക. ഇങ്ങനെ തുടങ്ങി ഒരു ഇസ്ലാമികമായ അന്തരീക്ഷം വീട്ടിലുണ്ടാകണം. ദീനിയായ ചർച്ചകൾ ഉണ്ടാകണം, പരസ്പരം ഓർമ്മപ്പെടുത്തണം. എല്ലാവരും, കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയത്ത് മക്കളെ ബിസ്മി ചൊല്ലിയോ? ഒരു ചോദ്യം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, മക്കളെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോ നിങ്ങള്? ഒരു ചോദ്യം. വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഇപ്പോ ഒരു യാത്ര, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ദീർഘയാത്ര പോവാണ്. അപ്പൊ കാറുള്ള വീട്, ആ വീട്ടിലെല്ലാവരും ഒരു 4, 5, 6 ആൾക്കാർ ഒന്നിച്ച് ഇങ്ങനെ പോരുകയാണ്. ആ പോരുന്ന സമയത്ത് മക്കളെ നമ്മൾ ചോദിക്കും പലപ്പോഴും, എന്ത്, അല്ല അടുക്കളുടെ വായിൽ അടച്ചില്ലേ ചോദിക്കും, ഇസ്തിരി പെട്ടി ഓഫാക്കിയില്ലേ, ടാങ്കിൽ വെള്ളം ചെയ്ത് മോട്ടർ ഇട്ട് മോട്ടർ ഓഫാക്കിയില്ലേ, ഇതൊക്കെ ചോദിക്കേണ്ടതാണ്. പക്ഷെ ഇതേപോലെ ഒരു ചോദ്യം, മക്കളെ പ്രാർത്ഥന ചൊല്ലിയോ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്
വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചൊല്ലിയോ മക്കളെ? ഒരു ചോദ്യം. അതുപോലെ വാഹനത്തെ കയറിയാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലിയോ മക്കളെ? ഒരു ചോദ്യം. ഈ ഒരു ഉണർത്തൽ ഉണ്ടാകണം. അതുപോലെ തന്നെ വീട്ടിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, ഖുർആൻ ഓതണം വീട്ടിൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്അലൂ ബുയൂതകും മഖാബിർ. നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ഖബറിടമാക്കരുത്, ശ്മശാനമാക്കരുത്, ഖബർസ്ഥാനാക്കരുത്. ഫഇന്നൽ ബൈതല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ഫഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈതില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. പിശാച് സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് വിരണ്ടോടി പോകും എന്ന് പറഞ്ഞ വീട്ടിലൊരു ഖുർആൻ ഓതണം. ഖബറിടം പോലെ ആക്കരുത്. നമുക്കറിയാം ഇത് പുളിക്കലാണ്. ഇതിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ചെന്നാൽ ഇവിടെ കാണില്ല. ഉൾപ്രദേശങ്ങളിലേക്ക് പലയിടത്തും ചെന്നാൽ അവിടെ ഖബർസ്ഥാനിൽ കത്തപ്പുരകൾ കാണാം. ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതിശക്തമായ പ്രവർത്തന ഫലമായി അത് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ചിലയിടത്തൊക്കെയുണ്ട്. എന്താണ് വിശ്വാസം? അവിടെ ഖുർആൻ ഓതുക, എന്നിട്ട് ആ ഖുർആൻ ഓതിയിട്ട് അതിന്റെ കൂലി ആ മയ്യത്തിന് കൊടുക്കണേ എന്ന് ദുആ ചെയ്ത് ഹദിയ ചെയ്താൽ ആ മയ്യത്തിന് കിട്ടുമെന്നാണ് വിശ്വാസം ചില ആൾക്കാരുടെ. സഹോദരിമാരുണ്ട് ഇവിടെ. ഞാൻ അവരുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് സൂചിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഇങ്ങനൊരു മുജാഹിദ് മഹല്ലത്തിലേക്ക്, മുജാഹിദ് കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരപ്പെട്ട പല സഹോദരിമാരും ഒരു പക്ഷേ ഈ വിശ്വാസം ഇപ്പോഴും, അല്ലെങ്കിൽ ആ ഒരു ധാരണ ഇപ്പോഴും ക്ലിയർ ആവാത്തവർ ഒരു പക്ഷേ പലയിടത്തും എന്ന പോലെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തിരുത്താൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. ചിലർ ചോദിക്കും, മയ്യത്ത് അവിടെ കിടത്തിയിട്ടുണ്ട്, പഠിച്ചോനെ ഖുർആൻ ഓതുന്നില്ലല്ലോ. മയ്യത്ത് അവിടെ കിടത്തിയിട്ടുണ്ട്, എന്നാലും നല്ല നല്ല മക്കളുണ്ട്, ആ മക്കൾക്ക് ഒന്ന് ഖുർആൻ ഓതിക്കൂടെ? എന്താ ഖുർആനല്ലേ, എന്താ അതിന് കുഴപ്പം എന്ന് ചോദിക്കുന്നവരുണ്ട്. സ്നേഹത്തോടെ പറയട്ടെ സഹോദരിമാരെ, ഖുർആനോട് നമുക്ക് അലർജി ഉണ്ടായിട്ടല്ല, സൂറത്ത് യാസീനോട് നമുക്ക് അലർജി ഉണ്ടായിട്ടല്ല. ആ മരിച്ചയിടത്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. മരിച്ചോടത്ത് എവിടെയും നമ്മുടെ നാട്ടിൽ ബാങ്ക് ആരും വിളിക്കാറില്ലല്ലോ, ബാങ്ക് ആരും വിളിക്കുന്നില്ലല്ലോ. എന്തേ? ബാങ്ക് ഇസ്ലാമിലില്ലേ? ബാങ്കിനോട് നമുക്ക് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അലർജി ആയിട്ടാണോ? അല്ല, പിന്നെന്താണ്? ബാങ്ക് ഇസ്ലാമിലുണ്ട്, ബാങ്ക് ഇഷ്ടമാണ്. പക്ഷേ മരിച്ചിടത്തൊരു ബാങ്ക് ഇല്ല. ഇതുപോലെ ഖുർആൻ നമുക്ക് ഇഷ്ടമാണ്, ആ ഖുർആൻ നാം ഓതുന്നവരാണ്. പക്ഷേ മരിച്ചിടത്തൊരു ഖുർആൻ ഓത്ത് ഇല്ല. ഇതാണ്. അല്ലാതെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, ചില സഹോദരിമാരൊക്കെ ചില മയ്യത്ത് കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ സങ്കടപ്പെട്ട് വരും. പഠിച്ചോനെ എന്താ ഇപ്പൊ ചെയ്യാ, മയ്യത്ത് അങ്ങനെ കിടത്തിക്കണ്, ഖുർആൻ ഓതുന്നില്ലല്ലോ പഠിച്ചോനെ, ഒന്നെടുത്ത ചോദ്യം ഇവിടെ ഖുർആനല്ല ഇപ്പൊ എന്തായാലും എന്നാണ്. എന്നാ നോക്കൂ, ഞാൻ ഒരൊറ്റ ഭാഗം ആ നിലയ്ക്ക് ആദർശനിഷ്ഠ ആ രംഗത്തുണ്ടാകാൻ വേണ്ടി പറയാണ്. എന്തുകൊണ്ട് നമ്മൾ ഓതുന്നില്ല? സഹോദരിമാരെ ശരിക്കും മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഓതുന്നില്ല എന്ന് ചോദിച്ചാൽ, എന്ന സൂറത്തുൻ നജ്മിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. അദ്ദേഹം പറയുന്നത്, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത ശാഫിഈ വമൻ ഇത്തബഅഹു. ഇമാം ശാഫിഈ റഹിമഹുല്ലയും അദ്ദേഹത്തെ പിന്തുടർന്ന ആളുകളും തെളിവ് പിടിച്ചിട്ടുണ്ട്. അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ. മയ്യത്തിനരികിൽ ഖുർആൻ ഓതിയിട്ട് അതിന്റെ കൂലി അല്ലാഹുവേ ഈ മയ്യത്തിന് നീ കൊടുക്കണേ എന്ന് ദുആ ചെയ്ത് ഹദിയ ചെയ്താൽ മയ്യത്തിന് കിട്ടുമോ ഇല്ലയോ? ലാ യസിലു എന്ന് പറഞ്ഞാൽ എത്തൂല എന്നാണ്. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം. കാരണം ഇത് അവരുടെ അധ്വാനത്തിൽപ്പെട്ടതല്ല, ഇതവരുടെ പ്രവർത്തനത്തിൽപ്പെട്ടതല്ല. ഇനി അദ്ദേഹം പറയാണ്, വലിദാലിക ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു. ഇതുകൊണ്ടാണ് കിട്ടൂല, മയ്യത്തിന് എത്തൂല എന്നതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനെ ഇതൊരു പുണ്യകർമ്മമായി പഠിപ്പിക്കാതിരുന്നത്. പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതുകൊണ്ടാണ് പഠിപ്പിക്കാതിരുന്നത്.
അതുപോലെ ആ മരിച്ചെടുത്ത ഖുർആൻ പാരായണം നടത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കാതിരുന്നത്, പ്രോത്സാഹിപ്പിക്കാതിരുന്നത് ഇതുകൊണ്ടാണ്. ഏതുകൊണ്ട്? കിട്ടൂല. അപ്പൊ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാ, വ്യക്തമായോ വ്യംഗ്യമായോ ഒരു സൂചന പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചെടുത്ത് ഖുർആൻ ഓതാൻ നൽകാതിരുന്നത് ഇതുകൊണ്ടാണ്. ഏതുകൊണ്ട്? കിട്ടൂല, കഴിഞ്ഞില്ല. അദ്ദേഹം പറയാണ്, വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിനസ് സ്വഹാബ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു സ്വഹാബി മരിച്ചെടുത്ത് ഖുർആൻ ഓതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, ആ മരിച്ചെടുത്ത ഖുർആൻ പാരായണം ഖൈറായിരുന്നെങ്കിൽ, പുണ്യമായിരുന്നെങ്കിൽ നമുക്ക് മുമ്പേ അവർ ചെയ്യുമായിരുന്നു, സ്വഹാബത്ത് ചെയ്യുമായിരുന്നു. അവരാരും ചെയ്തിട്ടില്ലല്ലോ. ഒന്നാലോചിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബിയും മരിച്ചെടുത്ത് ഖുർആൻ ഓതിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ, ഞാൻ പുളിക്കലല്ല പറയുന്നത്, പുളിക്കലിന് പുറത്തേക്ക് ചിന്തിച്ചാൽ അല്ലേ, എന്താണ്, ഒരു വീട്ടിൽ ഒരു മരണം നടന്നാൽ അവിടെ ഓതാതെ പോകുന്നുണ്ടോ? പ്രവാചകൻ സ്വഹാബത്തോ ഓതിയിട്ടില്ല. നേരെ തിരിച്ചല്ലേ. അതുകൊണ്ട് പറയുന്നത് അവിടെ മരിച്ചെടുത്ത ഖുർആൻ പാരായണില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറിടമാക്കരുത്. അഥവാ ഖബറിങ്കൽ ഒരു ഖുർആൻ പാരായണം ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയാ? നിങ്ങൾ ഖബറിങ്കലെ പോലെ വീട്ടിൽ നന്നായിട്ട് ഓതണം എന്നല്ലേ പറയാ? അതല്ലല്ലോ പറഞ്ഞത്. ഖബറിടത്തിൽ ഓത്തില്ല, അതേമാതിരി വീടാക്കരുത്, വീട്ടിൽ ഓതണം കേട്ടോ എന്നാണ്. ശരി, ഞാൻ ഇടയ്ക്ക് നമ്മുടെ ആദർശത്തിന്റെ ആ ഒരു ഭദ്രതയ്ക്ക് വേണ്ടി സൂചിപ്പിച്ചു. എന്തുകൊണ്ട് നാം നടത്തുന്നില്ല എന്ന് ഒരു പക്ഷെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരപ്പെട്ട നിങ്ങളോട്, നിങ്ങളുടെ ആങ്ങളമാർ, നാത്തൂന്മാർ, അവിടെയുള്ള ഉമ്മമാർ, ഉപ്പമാർ ചോദിച്ചാൽ, ഇതുകൊണ്ടാണ് ഉമ്മ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ്, സ്വഹാബത്ത് ആരും ചെയ്തിട്ടില്ല ഉമ്മ, അതുകൊണ്ടാണ് എന്ന് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാൻ സഹോദരിമാരെ സാധിക്കണമെന്ന് നിലക്കാണ് സൂചിപ്പിച്ചത്. തിരിച്ചു വരാം. അപ്പൊ വീട്ടിൽ ഖുർആൻ പാരായണം നടത്തണം. അതേപോലെ തന്നെയുള്ള ദീനിയായ ഉണർത്തലുകൾ ഉണ്ടാകണം. ഉണർത്തൽ എന്ന് പറഞ്ഞാല് ദീനിയായ കാര്യങ്ങൾക്ക്. ഇപ്പോ ചില ആൾക്കാരുണ്ട്, ഭർത്താവ് തഹജ്ജുദിന് എണീക്കും, ഭാര്യ എണീക്കൂല, ഉറങ്ങിക്കോട്ടെ അവല്ലേ എന്ന് കരുതി വിടും. ചിലപ്പോ തിരിച്ചുണ്ടാവും, ഭാര്യ എണീക്കും, ഭർത്താവോ എണീക്കൂല, ഇവരും ക്ഷീണിച്ച് കിടക്കല്ലേ, ഉറങ്ങിയോട്ടെ എന്ന്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, ഒരു പുരുഷനെ, അവിടെ ഉദ്ദേശം ഒരു ഭർത്താവാണ്, ഒരു ഭർത്താവിന് അല്ലാഹ് അനുഗ്രഹം ചെയ്യട്ടെ. എന്ത് ചെയ്തു? ഖാമ മിനൽ ലൈലി ഫസല്ല, അദ്ദേഹം രാത്രി എണീറ്റ് നിസ്കരിച്ചു. വഅയ്ഖല സൗജതഹ, തന്റെ ഭർത്താവിനെ, തന്റെ ഭാര്യയെ അയാൾ വിളിച്ചുണർത്തി. ഫഇൻ അബത്, അവൾ ഉറക്കം കാരണം വിസമ്മതിക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ ഇദ്ദേഹം ലേശം വെള്ളം എടുത്തിട്ടൊന്ന് മുഖത്ത് പൊടിഞ്ഞു, എണീപ്പിച്ചു നിസ്കരിക്കാൻ. ആ ഭർത്താവിന് അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. പിന്നെ അവിടുന്ന് പറഞ്ഞു, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു സ്ത്രീ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഭാര്യയാണ് ഉദ്ദേശം, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവളെന്ത് ചെയ്തു? ഖാമത് മിനൽ ലൈലി ഫസല്ലത്, രാത്രി എണീറ്റ് നിസ്കരിച്ചു. വഅയ്ഖലത് സൗജഹ, തന്റെ ഭർത്താവിനെയും അവൾ വിളിച്ചുണർത്തി നിസ്കരിക്കാൻ. ഉറക്കച്ചടവ് കാരണം അയാൾ എണീക്കാൻ വിസമ്മതിച്ചാൽ മുഖത്തിലേശം വെള്ളം കുറഞ്ഞിട്ടെങ്കിലും എണീപ്പിക്കട്ടെ, ആ ഭാര്യക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൊന്ന്, ശ്രമിച്ചുകൂടെ നടന്ന് രാത്രി പോയിട്ട് കപ്പൽ വെള്ളെടുത്തേക്കല്ല, മുണ്ടാതെ പോയി ഭാര്യല്ല, അതാകാൽ തുൽത്തായി പോകും. അതല്ല, ഒരു ധാരണ കിടക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കുക. അല്ല, തീരെ തഹജ്ജുദ് നേരത്തെ ഉള്ള ആൾക്കാരാണെങ്കിൽ തുടരുക. തീരെ ഇല്ലാത്തവരോട് ഞാൻ പറയാണ്, അങ്ങനത്തെ ദമ്പതിമാരാണോ? എത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നു നമുക്ക്.
അള്ളാന്റെ എണ്ണിയാ തീരാത്ത അനുഗ്രഹല്ലേ, സുഖമായിട്ട് ഉറങ്ങാൻ സൗകര്യം അല്ല തന്നില്ലേ. ഇങ്ങനെ എണ്ണി നമ്മളിങ്ങനെ ഓർമ്മകളൊക്കെ പറഞ്ഞു നോക്കൂ, പരസ്പരം പങ്കുവെച്ചു നോക്കൂ. ഇങ്ങനെ അല്പം സുബഹിന്റെ നേരത്തെ എണീറ്റൊന്ന് തഹജ്ജുദ് നിസ്കരിക്കല്ലേ. അള്ളാഹ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് ചോദിക്കുന്നവരുണ്ടോ തരാം, പൊറുക്കലിന് തേടുന്നവരുണ്ടോ പുറത്തു തരാന്ന് പറയുന്ന നേരല്ലേ, ഒന്ന് എണീറ്റ് നിസ്കരിക്കല്ലേ നമ്മള് എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കൂ. ആ സമയത്ത് ഉണരുന്നില്ലേ? വെള്ളം കുടയിലെ സുന്നത്തൊന്നും ഇല്ല കേട്ടോ. വെള്ളം കുടയാന്ന് ഉദ്ദേശം എന്താണ്? ഉണർത്ത തട്ടി വിളിച്ചാലും മതി, ഉണർത്തുക എന്നുള്ളല്ല. വെള്ളം കുടയിലെ സുന്നത്ത് നിൽക്കണ്ട, ഉണർത്തിയാൽ മതി. അങ്ങനെ ധാരണയിലേക്ക് കിടക്കുക. അല്ലാതെ പോയി വെള്ളം പാരി ഇങ്ങനെ സർപ്രൈസ് ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഉണർത്തൽ ആ നിലക്കുണ്ടായാൽ വലിയ ഗുണമുണ്ടാകും, ഒരു ബറക്കത്ത് ആ കുടുംബത്തിലുണ്ടാകും. ഇനി നമ്മൾ നോക്കൂ, ഞാൻ പെട്ടെന്ന് പറയാണ് ഒരു 5 കാര്യങ്ങൾ നമ്മുടെ കുടുംബം ഒന്നിച്ചമക്ക് സന്തോഷത്തോടെ അവിടെ എത്തണമല്ലോ, അല്ലേ? അതിന് ആദർശ രംഗത്തുള്ള ഒരു കൃത്യത ഉണ്ടാകണമല്ലോ. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു പോവാ. 1, ഫർള് ഒന്നും ഒഴിവാക്കരുത്. നിർബന്ധമായി ചെയ്യേണ്ട ഒന്നും, നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഇത് വല്ലാതെ ഒഴിവാവൂല. പക്ഷെ സക്കാത്തിന്റെ കാര്യം വരുമ്പോ പലതും ഒഴിവാകുന്നുണ്ട്. അത്ര ശ്രദ്ധിക്കാതെ ഒരു കമ്മട്ട കണക്ക് അല്ല, കൃത്യമായി കണക്ക് കൂട്ടി അണപ്പൈ തീർത്തത് കൊടുത്തെങ്കിലേ ബാധ്യത തീരുള്ളൂ. ഇനി വല്ല സംശയം ഉണ്ടല്ലോ, പക്ഷെ മുൻതൂ കാണ്ട് കൂട്ടി കൊടുക്കുക, എന്നിട്ടെങ്കിൽ നമ്മൾ ബാധ്യത ഒഴിവാക്കുക. അങ്ങനെ അത് ക്ലിയർ ചെയ്യണം. ഫർള് ഒന്നും ബാക്കിയില്ല എന്ന് ഉറപ്പ് വരുത്തി ക്ലിയർ ചെയ്യുക. 2, ഹെറാം ഒന്നും ചെയ്യാതെ, ഒരു ഹെറാമും ചെയ്യാം. ഹെറാം ചെയ്യരുത്, വരരുത് ജീവിതത്തിൽ. നമ്മൾ ആരും അറിയാതെ ഹെറാം ചെയ്യാൻ സൗകര്യം നമ്മുടെ മുമ്പിൽ വന്നു എന്ന് കരുതിക്കോളി. വേറെ ആരും അറിയാൻ പോണില്ല, വേറെ ആരും അത് പരസ്യമാക്കാനും പോണില്ല. ആ നിലക്കൊരു ഹെറാം ചെയ്യാൻ നമ്മുടെ മുമ്പിൽ ചാൻസ് വന്നാൽ, ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, എന്റെ റബ്ബനെ വല്ലാതെ പരീക്ഷിക്കുകയാണിത്, ഞാനിതിൽ വിജയിച്ചേ പറ്റൂ എന്ന തീരുമാനം നമുക്കുണ്ടാകണം. പരീക്ഷിക്കുമുള്ള വിശ്വാസ രംഗത്ത് അതികഠിനമായ പരീക്ഷണം, അവിടെ നമ്മളത് മാറി നിൽക്കണം. 3-ാമത്തെ കാര്യം, മനുഷ്യരാണ്, സ്വാഭാവികമായി തെറ്റുകൾ വരാം, കുറ്റങ്ങൾ വരാം. തൗബ ചെയ്ത് ക്ലിയർ ചെയ്യണം. ഓരോ ദിവസവും രാത്രി കിടക്കുമ്പോൾ ആലോചിച്ചാൽ മതി, വല്ലതുണ്ടോ 2 നിലക്കുള്ള തെറ്റുകൾ. ഒന്ന്, അള്ളാഹുവുള്ള തെറ്റുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറഞ്ഞു അള്ളാഹുവോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് ശുദ്ധീകരിക്കുക. 2, പടപ്പുകളുമായി വല്ലത് വാക്കുകൾ കൊണ്ട് ബാക്കി കിടക്കുന്നുണ്ടോ ക്ലിയർ ചെയ്യാൻ. സാമ്പത്തിക ബാധ്യത വല്ലതും ഉണ്ടോ ക്ലിയർ ചെയ്യാൻ. ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അങ്ങനെ ക്ലിയർ ചെയ്യുക. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അങ്ങനെ ക്ലിയർ ചെയ്ത് പടപ്പുകളുമായി ബന്ധപ്പെട്ട തരം കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തൗബ ചെയ്താലേ സ്വീകരിക്കൂ. അങ്ങനെ ക്ലിയർ ചെയ്യണം, അങ്ങനെ തൗബ ചെയ്യുക. 4-ാമത്തത്, സുന്നത്തുകൾ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരിക, പരമാവധി സുന്നത്തുകൾ കൊണ്ടുവരിക. 5-ാമത്തേതായിട്ടല്ലേ പറയുന്ന 5 കാര്യങ്ങളിൽ 1, വിശ്വാസ ദൃഢീകരണം. വിശ്വാസത്തിന്റെ, പ്രത്യേകിച്ച് അള്ളാഹുവിലെ വിശ്വാസത്തിൽ, പരലോകത്തിലെ വിശ്വാസത്തിൽ, അങ്ങനെ തുടങ്ങിയുള്ള വിശ്വാസ രംഗത്ത് ഒരു നിലക്കുമുള്ള സംശയമില്ലാത്ത വിശ്വാസം. ഇപ്പോ ഒരു എക്സ് മുസ്ലിം ഉണ്ട്, അല്ലേ? എക്സ് മുസ്ലിം എന്താണ്? എക്സ് മിലിറ്ററി, എക്സ് സർവീസ്മാൻ ഒക്കെ ഉണ്ടല്ലേ? മുമ്പ് സർവീസിലാണ്, ഇപ്പൊ സർവീസ് ഇല്ല. മുമ്പ് മിലിറ്ററി, ഇപ്പൊ മിലിറ്ററി ഇല്ല. ഇതാണ് എക്സ് മിലിറ്ററി, എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു, അല്ല എക്സ് പിന്നെ സർവീസ് എന്നൊക്കെ പറഞ്ഞത്. അതേമാതിരി എക്സ് മുസ്ലിം, മുമ്പ് മുസ്ലിം, ഇപ്പൊ മുസ്ലിം അല്ല. എന്നാൽ ഈ ടീമിന് മുസ്ലിങ്ങളും വലിയ അലർജിയാണ്. പേരിന്റെ കൂടെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു. അതെന്ത് പ്രയോഗമാണ്? ഒരുത്തർ നല്ല മുറിയ പിരാന്ത് ചോദിച്ചോടി, വെറും പിരാന്ത്. ഇവനെ ഡോക്ടറെ കൊണ്ടുപോയി പിരാന്തൊക്കെ മാറി ഉഷാറായി. ഞാന്റെ പേര് പരിചയപ്പെടുത്തുമ്പോ ഇന്നതാണ് എന്റെ പേര്, എക്സ് പിരാന്തൻ പറയോ? ഇല്ല. അപ്പൊ ഇവര് ചില കളിയാക്കലും ചില കുത്തലുമൊക്കെ ഈ പ്രയോഗത്തിലുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് അവരുണ്ടാക്കുന്ന ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. അവിടെ 2 കാര്യം ശ്രദ്ധിക്കണം. 1, ആ വിഷയം നന്നായി പഠിക്കുക, അറിവുള്ളവർ ചോദിക്കുക. പഠിക്കാൻ ഇഷ്ടം പോലെ സോഴ്സ് ഉണ്ട്. ഈ ആശയക്കുഴപ്പത്തിലും കൺഫ്യൂഷനിലാക്കാൻ വേണ്ടി ഒരു ടീം ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് അതിശക്തമായി, പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ധാരാളം പ്ലാറ്റ്ഫോമുകൾ, സംവിധാനങ്ങൾ നമുക്ക് അതിനുണ്ട്. ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിക്കുക. 1. 2, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, മനസ്സുകളെ മാറ്റിമറിക്കുന്ന
ആഗ്രഹിക്കുന്ന അല്ലാഹ് എന്റെ മനസ്സിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യുക. ഈ രണ്ട് നിലക്ക് അത്തരം കാര്യങ്ങൾ നാം നേരിടേണ്ടതുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ വിശ്വാസത്തിൽ സംശയമില്ലാതിരിക്കുക. സംശയിച്ചാൽ പരലോകമുണ്ടോ ഇല്ലേ, സംശയിച്ചാൽ സംശയിച്ചവനെയും അല്ലാഹ് ശിക്ഷിക്കും. നീ സംശയിച്ച ശിക്ഷയാണിതെന്ന് പറഞ്ഞ് നിഷേധിച്ച മനുഷ്യന്മാരെ മാത്രമല്ല, നിഷേധിച്ചവരെ നീ നിഷേധിച്ച ശിക്ഷയാണെന്ന് പറഞ്ഞ് ശിക്ഷിക്കും. അതിന്റെ പുറമെ സംശയിച്ച ശിക്ഷയാണിത്, അനുഭവിച്ചോ എന്ന് പറയുന്ന രംഗമുണ്ട്. അതുകൊണ്ട് സംശയമില്ലാതെ ആ രംഗത്തെ വിശ്വാസമുണ്ടാകണം, അത് ദൃഢീകരിക്കണം. ഇനി അല്ലാഹുവിലുള്ള വിശ്വാസം, അതിൽ സംശയമില്ലാതെ കലർപ്പില്ലാതെ ശുദ്ധ തൗഹീദ്, ശിർക്കിന്റെ ലാഞ്ചന ഉണ്ടാകരുത്. നോക്കൂ, സ്വർഗത്തിൽ കുടുംബത്തോടൊപ്പം എത്തണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം. അടിസ്ഥാനപരമായി വേണ്ട ആദർശമാണ് തൗഹീദ് എന്ന് പറയുന്നത്. അതിന് ആ രംഗത്ത് വല്ല ചോർച്ചയും സംഭവിച്ചാൽ ശ്രദ്ധിക്കണേ, സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയൂല. ആർക്കുണ്ടോ ആ ശിർക്ക്, സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയില്ല. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആർ അല്ലാഹുവിൽ പങ്കു ചേർത്തുവോ ആ മനുഷ്യന് അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കുമെന്ന്, ആ മനുഷ്യന്റെ സങ്കേതം നരകമാണെന്ന്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കുക. മാത്രമല്ല, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ട അടിസ്ഥാനപരമായ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് തൗഹീദ് എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ ആ മനുഷ്യന്റെ നിസ്കാരത്തെ കുറിച്ച് ചർച്ചയില്ല, നോമ്പും ഹജ്ജും ഉംറയും കണക്കിലെടുക്കില്ല. കാരണം ഇത് അടിസ്ഥാനമാണ്. ഒരു കുട്ടി ഒരു 25 ക്വസ്റ്റ്യൻസ് ഉള്ള തന്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ആ 25 എണ്ണത്തിന്റെയും ഉത്തരം നന്നായിട്ട് ആ കുട്ടിക്ക് അറിയാന്ന് വിചാരിച്ചോളൂ. കുട്ടി എല്ലാത്തിനും ആൻസർ ചെയ്തു. ആ കുട്ടി ആ പേപ്പറിൽ രജിസ്റ്റർ നമ്പർ എഴുതേണ്ട സ്ഥലത്ത് അത് എഴുതിയിട്ടില്ല എങ്കിൽ ആ പേപ്പർ വാല്യുവേഷൻ ക്യാമ്പിലേക്ക് എത്തുവോ? ഇല്ല. ഫുള്ള് ശരിയാണ്, എത്തുവോ? ഇല്ല. ഇതിലേറെ വലിയ രൂപത്തിൽ നമ്മുടെ നിസ്കാരം അവിടെ എത്തണമെങ്കിൽ, നോമ്പ് അവിടെ എത്തണമെങ്കിൽ ഈ വിശ്വാസ ദൃഢീകരണം ഉണ്ടാകണം. അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ മനുഷ്യന്റെ ഒരു അമലും സ്വീകരിക്കില്ല. ഞാൻ സഹോദരിമാരോട് വീണ്ടും പറയാണ്, ഇതിവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പെറ്റ് വളർന്ന് ആ നിലയ്ക്ക് ജനിച്ച് വളർന്നവരാണ് സഹോദരിമാരെ. പലരും ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരപ്പെട്ടവരെ പ്രത്യേകിച്ച് സൂചിപ്പിക്കുകയാണ്. ഒരു പക്ഷെ നിങ്ങൾ ജനിച്ച, ജീവിച്ച, വളർന്ന സാഹചര്യം, ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉണ്ടാകും. മുഹൈദ്ദീൻ ഷേഖെ രക്ഷിക്കണയെന്ന്, ബദരീങ്ങളെ കാക്കണയെന്ന് ഇസ്തിഗാസ ചെയ്യുന്ന, സഹായം ചോദിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരിക്കാം. ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കുടിക്കാന്ന് പറഞ്ഞ് വന്നപ്പോ അന്ന് വലിയതൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയി ഒപ്പിച്ചാണ് പോയതാണെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യണം. നിങ്ങൾ സ്വയം ക്ലിയർ ചെയ്ത്, ഉപ്പ ജീവിച്ചിരിപ്പുണ്ടോ ഉപ്പയോട് പറയണം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഉമ്മയോട് പറയണം, ആങ്ങളമാരോട് അതുപോലെ സഹോദരിമാരോട് സ്നേഹത്തോടെ പറയണം. അല്ലാഹുവോടാ നമ്മൾ ദുആ ചെയ്യേണ്ടത് എന്ന്. നമുക്ക് ഞാൻ ഉദാഹരണം പറയാം. ഒരു ഉമ്മ മുറ്റമടിച്ചു മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സഹോദരി മുറ്റമടിക്കുകയാണ്. ഇതുപോലെ വീട്ടിനടുത്ത് ഒരു തെങ്ങുണ്ട്, ആ തെങ്ങുന്നൊരു തേങ്ങ അങ്ങ് വീണാൽ ആ ഉമ്മ വിളിക്കുക ബദരീങ്ങളെ എന്ന്. നമ്മുടെ സമൂഹത്തിൽ കാണാണ് അല്ലേ? ആ ഉമ്മ അല്ലാഹ് എന്ന് വിളിക്കേണ്ടിയിരുന്നത്, ഉമ്മ വിളിച്ചത് ബദരീങ്ങളെയാണ്. ഏറ്റവും ചുരുങ്ങിയത് സഹോദരിമാരെ, ആ ഉമ്മ, നിങ്ങളുടെ ഉമ്മ അങ്ങനെ വിളിക്കുന്നവരാണോ ഇപ്പോഴും? ഉപ്പ അങ്ങനെ വിളിക്കുന്നവരാണോ ഇപ്പോഴും? ആങ്ങളമാരോ സഹോദരിമാരോ അങ്ങനെ വിളിക്കുന്നവരാണോ ഇപ്പോഴും? സ്നേഹത്തോടെ പറഞ്ഞൂടെ, ഉമ്മ, ഉപ്പ, ആ ബദരീങ്ങളല്ലേ നിങ്ങൾ വിളിച്ചത്? ആ ബദരീങ്ങൾക്ക് ഇതിപ്പോ തേങ്ങ വീണ കേസല്ലേ? ഇതിലും വലിയ പ്രതിസന്ധി വന്നപ്പോ ആ ബദരീങ്ങൾ ചോദിച്ചത് ഉമ്മ അല്ലാഹുവിനോടാണ്. ആ ബദർ രണാങ്കണത്തിൽ തങ്ങളുടെ 3 ഇരട്ടി വരുന്ന ശത്രുക്കളെ ഏറ്റുമുട്ടേണ്ടി വന്നപ്പോ, അവരുമായി ഏറ്റുമുട്ടേണ്ടി വന്നപ്പോ, അതും സായുധരായ ആളുകളോട് ഏറ്റുമുട്ടേണ്ടി വന്നപ്പോ, ഈ ബദരീങ്ങൾ ചെയ്തത് ഇബ്രാഹിം നബിയോടല്ലട്ടോ ചോദിച്ചത്, ഇസ്മായിൽ നബിയോടല്ലട്ടോ ഉമ്മ ചോദിച്ചത്, ആദം നബിയോടല്ലട്ടോ ഉമ്മ ചോദിച്ചത്, അല്ലാഹുവിനോടാണ്. അതുപോലെ ആ ബദരീങ്ങൾ ചോദിച്ച പോലെ അല്ലാഹുവിനോട് ചോദിക്കണട്ടമ്മ എന്ന് പറയണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ചത് കാണാം നമുക്ക്. അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅതനി, അല്ലാഹുമ്മ ആതി മാ വഅതനി. അല്ലാഹുവേ, നീ ചെയ്ത കരാർ നീ പാലിക്കണേ, തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ. അല്ലാഹ്,
ഈ ചെറു സംഘമെങ്ങാനും നശിച്ചു പോയാൽ, അല്ലെങ്കിൽ അല്ലാഹുവേ ഈ ചെറു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ ഫലാ തുഅബദ് ഫിൽ അർദ്, നീ ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകില്ല അല്ലാഹ്, അതുകൊണ്ട് സഹായിക്കണേ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിട്ട് കൈകൾ രണ്ടും മേൽപോട്ട് ഉയർത്തിയിട്ട് മുട്ടുകുത്തി നിന്നിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ വേദനിക്കുന്ന മനസ്സോടെ ദുആ ചെയ്തു അല്ലാഹുവോട്. ഇബ്രാഹിം നബിയോടല്ല. ഖുർആൻ ആ കാര്യം പറഞ്ഞു. ഇദ് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം അല്ലാഹ് നിങ്ങൾക്ക് ഉത്തരം നൽകി. എന്ത് 1000-ഓളം വരുന്ന മലക്കുകളെ തുടരെ അയച്ചുകൊണ്ട് നാം നിങ്ങളെ സഹായിക്കുമെന്ന്. നോക്കൂ പ്രിയമുള്ളവരെ, ബഹുമാന്യരെ, പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ഉമ്മയോട്, പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ഉപ്പയോട്, പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം സഹോദരിമാരെ, ആങ്ങളമാരോട്, സഹോദരിമാരോട്. എന്ത് ഉമ്മ ഇതിലും വലിയ പ്രയാസം ഉണ്ടായപ്പോ ആ ബദർ ശുഹദാക്കൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുത്ത ബദർ ശുഹദാക്കൾ ചോദിച്ചത് ഇബ്രാഹിം നബിയോടല്ലട്ടോ, ഇസ്മായിൽ നബിയോടല്ലട്ടോ, ആദം നബിയോടല്ലട്ടോ, ഒന്നാമത്തെ ബീവിയായ ഹവ്വ ബീവിയോടല്ലട്ടോ, അല്ലാഹുവോടായിരുന്നു കേട്ടോ എന്ന് സ്നേഹത്തോടെ കൈമാറണേ സഹോദരിമാരെ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? അല്ലാഹുവോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ച് ശിർക്ക് ചെയ്താൽ ആ മനുഷ്യന്റെ ഒരു അമലും അല്ലാഹ് എടുക്കില്ല. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് സുമറിലെ 65-ാമത്തെ ആയത്തിൽ കാണാം അത്. വലഖദ് ഊഹിയ ഇലൈക وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. പ്രവാചകരെ, അങ്ങക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, അങ്ങക്കും കഴിഞ്ഞു പോയ അഖില പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുൽ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും, നിങ്ങൾ നഷ്ടത്തിലായി പോകുമെന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ കുടുംബത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിച്ച് സ്വർഗത്തിലെത്തണമെന്ന് നാം ആഗ്രഹിക്കുന്ന ആ കുടുംബത്തിലെ ആരുടെയെങ്കിലും ഒരു അമല്, നിസ്കാരം, നോമ്പും, ഹജ്ജും, സക്കാത്തും, ഉംറയും, സദഖയും, ഇതെല്ലാം ശിർക്ക് ചെയ്താൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സ്നേഹത്തോടെ പറയാ, മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്ന ആൾക്കാരോട്, ബദരീങ്ങളോട് വിളിക്കുന്ന ആൾക്കാരോട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്ന ആൾക്കാരോട് സ്നേഹത്തോടെ പറയാ, ചെയ്യരുത് ഉമ്മ, ചെയ്യരുതേ, അമല് നഷ്ടപ്പെടും, സ്വർഗം നഷ്ടപ്പെടും, നരകത്തിൽ ശാശ്വതമായി പോകുമെന്ന് സ്നേഹത്തോടെ പറയാ. ഒരു വട്ടം പറയുമ്പോൾ ഒരു പക്ഷെ മാറ്റം ഉണ്ടാവില്ല, പിന്നെയും പറയാ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കട്ടെ. കണ്ണൂരിലുള്ള നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ ഒരു പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞത്. അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ ഉമ്മ ഇദ്ദേഹം ഇസ്ലാഹി ആദർശം സ്വീകരിച്ചു, അള്ളാഹുവോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ ഉമ്മ മാറുന്നില്ല. ഇദ്ദേഹം വേറെയാണ് താമസം. അപ്പൊ ഇദ്ദേഹം ഇവിടെ വരും, ഉമ്മ താമസിക്കുന്ന വീട്ടിലേക്ക്, അനിയന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരും. വന്നിട്ട് അന്ന് CD ആണ്, ഈ CD തൗഹീദി പ്രഭാഷണങ്ങളുടെ CD ഇങ്ങനെ ഉറക്കെ അവിടെ പ്ലേ ചെയ്യും. ഉമ്മ പറയും ഓഫാക്കി ചെയ്തത്, അത് ഇവിടെ ഉണ്ടാകും, ചൂടാവും. ഇദ്ദേഹം പിന്നെ ചിരിച്ചുകൊണ്ട് പിന്നെ അത് പ്ലേ ചെയ്യും കുറച്ചേരം കഴിഞ്ഞ്. അങ്ങനെ പിന്നെയും അവസാനം ഉമ്മ പറഞ്ഞത്ര, ഇതിനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹം തെറ്റിപ്പോയില്ല. പിന്നെയും വന്നു, ചിരിച്ചോണ്ട് വന്ന് വീണ്ടും കേൾപ്പിച്ചു. അവസാനം ആ ഉമ്മ തൗഹീദിന്റെ ശാദ്വല തീരത്തേക്ക് വന്നു. നോക്കൂ, നമ്മള് ആ ഉമ്മ ഈ അടുത്ത് മരണപ്പെട്ട അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഞാൻ പറയുന്നത്, നിരന്തരം ആ ഒരു ക്ഷണമുണ്ടാകണം, കുടുംബത്തിലുണ്ടാകും. ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് ശിർക്കോടെ മരിച്ചാൽ സ്വർഗത്ത് കിടക്കാൻ കഴിയൂല. വലിയ വിഷയാണ്. ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയോ? പച്ചയായി ശിർക്ക് ചെയ്ത മനുഷ്യന് ഞാനൊരു സംഭവം പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹ് മക്കയുടെ വരവ്, മദീനത്ത് നിന്ന് മക്കയിലേക്ക് വരുന്ന രംഗമുണ്ട്. 1000-ഓളം സ്വഹാബത്തിന്റെ കൂടെ ഒരു സ്ഥലത്തെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ല. നിസ്കാരം കഴിഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ കരയാണ്. എന്ത് പറ്റി പ്രവാചകന്? ചോദിക്കാൻ എന്തൊക്കെ ഒരു മാനസികമായ അസ്വസ്ഥത സ്വഹാബത്തിന്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ധൈര്യം സംഭരിച്ചുകൊണ്ട് ചോദിച്ചു, മാ അസ്വാബക യാ റസൂലല്ലാഹ്, എന്തേ റസൂലേ, എന്തേ അങ്ങ് കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, എൻ്റെ ഉമ്മ മരണപ്പെട്ട് കിടക്കുന്നത് കുറച്ചപ്പുറത്താണ്. ഇസ്തഅദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലിഉമ്മി ഫലം യഅദൻ ലി. എൻ്റെ ഉമ്മക്ക്
ഞാനൊന്ന് ഇസ്തിഗ്ഫാർ നടത്തിക്കോട്ടെ അല്ലാഹ് എന്ന് റബ്ബിനോട് ഞാൻ പെർമിഷൻ ചോദിച്ചു, പക്ഷെ തന്നില്ല. വസ്തഅ്ദൻതു റബ്ബി അൻ അസൂറ ഖബ്റഹാ, എന്റെ ഉമ്മാന്റെ ഖബർ ഞാൻ സന്ദർശിച്ചോട്ടെ അല്ലാഹ് എന്ന് ചോദിച്ചപ്പോ അതിന് ഓക്കെ പറഞ്ഞു, മറ്റേന് കിട്ടിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആലോചിച്ച കരഞ്ഞത്. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ള അടിസ്ഥാന യോഗ്യത ഉണ്ടാക്കണം. നമുക്ക് മാത്രം പോരാ, നമ്മുടെ കുടുംബത്തിനും അതിന് ഈ ആദർശത്തിന്റെ വിശുദ്ധി ഉണ്ടാകണം. ശിർക്ക് ചെയ്ത് മരിച്ചു പോയ മനുഷ്യന്, ശിർക്കോടെയാണ് മരിച്ചു പോയതെങ്കിൽ ആ മനുഷ്യന് സ്വർഗപ്രവേശം കേട്ടോ. വല്ല ഗൗരവമാണ്. ആ ഗൗരവത്തിൽ അത് എത്തിക്കണം, സോഫ്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ, ചെറിയൊരു ഇടപെടൽ നടത്തിയാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഒരു ചെറിയ 2 സംഭവങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. പരപ്പനങ്ങാടി ഭാഗത്ത് നമ്മുടെ ഒരു പ്രവർത്തകൻ, അദ്ദേഹം ഇപ്പോൾ ഒരു 10-75 വയസ്സായി, ശാരീരികമായ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അദ്ദേഹം മുജാഹിദായ രംഗം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരിക്കലേ, അദ്ദേഹം വിവാഹമൊക്കെ കഴിഞ്ഞ് ആ തൻ്റെ ചെറുപ്പത്തിൽ ദീനിയായിട്ടൊരു ബന്ധമില്ല, മുസ്ലിം കുടുംബമാണ്, ദീനിയായിട്ട് ബന്ധമൊന്നുമില്ല, അങ്ങനെ നടക്കുന്ന മനുഷ്യനാണ്. ജുമാന്റെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ട് പള്ളി അവിടെ പുറത്ത് വേറെ ഏതോ സ്ഥലത്ത് ഒരു ഷെഡുണ്ട്. ആ ഷെഡിൽ ഇതുപോലുള്ള സമാന ചിന്താഗതിക്കാരായ പള്ളിയിൽ പോകാത്ത മുസ്ലിങ്ങളായ ആൾക്കാർ തന്നെയാണ് പേരക്കപ്പാട് ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജുമാ വിരിഞ്ഞ ആൾക്കാർ പോകുന്ന സമയമായ വീട്ടിൽ പോകും. ഇതാണ് ഇദ്ദേഹത്തിന്റെ രീതി. ഒരിക്കൽ അവിടെ ഉള്ള നമ്മുടെ ഒരു പ്രവർത്തകൻ പറഞ്ഞു, നിങ്ങളൊന്ന് ഈ ആഴ്ച നമ്മളെ പള്ളിക്ക് വന്ന് നോക്കിയെന്ന് പറഞ്ഞു. അയാൾ ചൂടായി. ഞങ്ങളെ പള്ളിക്ക് തന്നെ പോകില്ല, നിങ്ങൾ പുത്തൻവാദികളല്ലേ, നിങ്ങൾ പേച്ചോളല്ലേ, നിങ്ങളെ പള്ളിക്ക് അത്രയും വരാൻ പറ്റില്ല. ഇയാൾ ചൂടായി. ഇയാൾ പറഞ്ഞു, ഒന്ന് വന്ന് നോക്കി, ഏതായാലും നിങ്ങൾ പള്ളിയിലല്ല അവിടല്ലേ പോയിരിക്കണം, അതിലേറെ മെച്ചല്ലേ, ഒന്ന് പേര് നിങ്ങൾ ഒരാഴ്ച വന്ന് നോക്കിയാറിന്. അങ്ങനെ നാടൻ ഭാഷ പറഞ്ഞ വല്ല മൺചുടിച്ച് കൊണ്ടുപോയി. അദ്ദേഹം ആ വെള്ളിയാഴ്ച ജുമുഅക്കെത്തി. അന്ന് മർഹൂം ഉമർ മൗലവിയായിരുന്നു ഖുതുബക്ക്. അന്ന് അദ്ദേഹം ഖുതുബയിൽ വിശദീകരിച്ചത് ഈ ഖബറുകൾ നടക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായിരുന്നു. ഖബറാളിയോട് ഇസ്തിഗാസ അങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട വിഷയം. ഇത് ഇദ്ദേഹത്തിന്റെ മനസ്സിലിങ്ങനെ കയറി. ഇദ്ദേഹം പറയാണ്, ഞാൻ എന്നോ കേൾക്കാൻ കൊതിച്ചൊരു സംസാരം പോലെ. കാരണം ഞാൻ ചിന്തിച്ചത് ഈ ഖബറാളിയോടാണല്ലോ ഈ മനുഷ്യന്മാർ ഈ പറയണത്. ജീവിച്ചിരിക്കുക നമ്മോടനെ പറഞ്ഞിട്ട് പലതും നടക്കുന്നു. എന്നിട്ട് പോരോട് പറഞ്ഞത് എന്ന് ഞാൻ ആലോചിച്ച് നടക്കുന്നു. ഞാൻ കേൾക്കാൻ, എൻ്റെ കർണപുടങ്ങൾ കേൾക്കാൻ ദാഹിച്ച പോലെ, ഞാൻ ദാഹിച്ച സംസാരങ്ങൾ ഞാനിങ്ങനെ കേൾക്കുകയാണ്. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇദ്ദേഹം പറയാണ്, ജുമാ കഴിഞ്ഞ് ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയിട്ടും ഞാൻ ആ പള്ളിയുടെ ആ നമ്മളെ ചേറ്റടി എന്നറിയല്ലോ, ആ ചേറ്റടിയിൽ കുറേ നേരം ഞാനങ്ങനെ ഒറ്റക്കിരുന്നു. എന്താ റബ്ബേ ഞാൻ ഈ കേട്ടത്. അങ്ങനെ വീട്ടിലേക്ക് പതുക്കെ ചെന്നു. അവിടെ അന്ന് നമ്മൾ സിറ്റ് ഔട്ടിന് പകരം കൊലായി എന്നാണല്ലോ പറയാം. അവിടെ ഞാനിരുന്നു. ഭാര്യ ചോദിച്ചു, അല്ല ഭക്ഷണം വേണ്ടെന്ന് ചോദിച്ചു. അത് എവിടോ ദൂരം നിന്ന് ചോദിക്കുന്ന പോലെ ഞാനിങ്ങനെ കേട്ടു. എൻ്റെ മനസ്സിൽ അടുത്ത ആഴ്ച ആയെങ്കിലെന്നാണ്, അടുത്ത വെള്ളിയാഴ്ച ആയെങ്കിലെന്നാണ്. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച അദ്ദേഹം ആരും വിളിക്കാതെ, ആരോടും പറയാതെ അദ്ദേഹം ഒറ്റയ്ക്ക് ജുമഅക്ക് പോയി. അദ്ദേഹം ആരും വിളിക്കാതെ ജുമയിൽ സംബന്ധിച്ചു. അന്ന് എസ്.എം. വൈദീത്തങ്ങളായിരുന്നു ഖുതുബക്ക്. അല്ലാഹു ആ 2 മഹാന്മാരും മരണപ്പെട്ടു പോയി. അവരുടെ ബർസഖി ജീവിതം നന്നാക്കുമാറാവട്ടെ. അതിൻ്റെ അന്ന് ഉമർ വലി പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നോണം കുറേ കാര്യങ്ങൾ ഇദ്ദേഹം അങ്ങനെ കേട്ടു. അതോടെ അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ മാറേണ്ടതുണ്ടല്ലോ റബ്ബേ, എൻ്റെ ജീവിതം മാറ്റേണ്ടതുണ്ടല്ലോ. അദ്ദേഹം അടുത്തുള്ള ഖുർആൻ ക്ലാസ്സുകളിൽ ആരും വിളിക്കാതെ എത്തി. അവിടെ സംബന്ധിച്ചു, പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ കുറേ പുസ്തകങ്ങൾ വായിച്ചു. തിരൂര് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള നമ്മുടെ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിലൂടെ പിന്നെ കുറേ ആളുകൾക്ക് ഇസ്ലാം മനസ്സിലാക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്തു. എന്താ ഉണ്ടായത്? ഒന്ന് വന്നു നോക്കിങ്ങൾ എന്ന് പറഞ്ഞതാണ്. ഇതുപോലെ ഒരു വിളിയാൽ അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് മാറാൻ കഴിയും. അവിടെ ജീവിതത്തിൽ എത്ര കാലം ആദർശമുണ്ടോ അത്രയും അതിന്റെ പുണ്യം നമുക്ക് ലഭിക്കൂലേ? ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ചേലേമ്പ്രക്കടുത്ത് നമ്മുടെ ഒരു പ്രവർത്തകൻ, നമ്മുടെ ഒരു മാഷ്, അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു ദൈവനിഷേധിയായ ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹിനെ ഇങ്ങനെ കളിയാക്കും.
ഉയരമുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് ഈ മൂലൊക്കെ നിന്നിട്ട് പറയും അല്ലുണ്ടെങ്കിൽ ഞാൻ വീഴട്ടെ മരിക്കട്ടെ. ബിൽഡിങ്ങിന്റെ മൂലയിൽ കയറിയിട്ട് ഈ അറ്റത്ത് കയറിയിട്ട് അല്ലുണ്ടെങ്കിൽ ഞാൻ വീഴട്ടെ, ഞാൻ മരിക്കട്ടെ. കുറച്ചു നേരം വല്ലതും നോക്കി നിൽക്കും, എന്നിട്ട് വല്ല ഇറങ്ങിപ്പോയി. അപ്പൊ എന്തായി? ഞാൻ വീണോ? മരിച്ചോ? ഇല്ല. അപ്പൊ എന്തായി? അല്ലുണ്ടോ? ഇല്ല. ഓക്കെ, ഇവരെ കണ്ടുപിടുത്താണ്. അതുപോലെ വെള്ളത്തിൽ കുറെ നേരം മുങ്ങിക്കും, അല്ലുണ്ടെങ്കിൽ ഞാൻ മരിക്കട്ടെ അറിയാം. ആലോചിച്ച് നോക്കൂ. അങ്ങനെ അള്ളാനെ കളിയാക്കിയ ഒരു ചെറുപ്പക്കാരനെ ഈ മാഷ് ഒരു ദിവസം വിളിച്ചു. ഇശായിന്റെ ശേഷം പോയിട്ട് നീ വാ എന്ന് പറഞ്ഞ് വിളിച്ച് അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചു. കുറെ നേരം, അർദ്ധരാത്രി ആകുന്നത് വരെ സംസാരിച്ചു. പിറ്റേ ദിവസവും വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം വന്നു, സംസാരിച്ച് അർദ്ധരാത്രി കഴിഞ്ഞു. അന്നും അദ്ദേഹം ആ രണ്ടാമത്തെ ദിവസം ഇറങ്ങി പോകുമ്പോൾ മാഷോട് പറഞ്ഞു, മാഷേ ഞാൻ നാളെയും വരൂട്ടോ. വിളിക്കാതെ നാളെ വരണട്ടോ എന്ന് പറയാതെ ഇയാൾ ഇങ്ങോട്ട് പറഞ്ഞു, മാഷേ ഞാൻ നാളെയും വരൂട്ടോ എന്ന് പറഞ്ഞു. ഈ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും മൂന്നാമത്തെ ദിവസം വന്നു, സംസാരിച്ചു. അടുത്ത ദിവസം അദ്ദേഹം ഈ ചെറുപ്പക്കാരനെയും കൊണ്ട് നിലമ്പൂരിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അദ്ദേഹം ഇത്തരം യുക്തിവാദികളുമൊക്കെ ആയിട്ട് കുറെ സംവാദങ്ങളും ചർച്ചകളൊക്കെ നടത്തിയ ആളാണല്ലോ. അദ്ദേഹം അന്ന് ഡോക്ടർ സാഹിബ് അന്ന് പുറത്തിറങ്ങാത്ത റെസ്റ്റ് എടുക്കുന്ന സമയം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ ചെറുപ്പക്കാരൻ വല്ലാത്ത ആഗ്രഹത്തോടെ ഡോക്ടറോട് തന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന, മുറ്റി നിൽക്കുന്ന സംശയങ്ങളുടെ ഭാണ്ഡമഴിച്ചു. ഓരോന്നോരോന്നായി ചോദിച്ചു, വല്ലാത്ത ആകാംക്ഷയോടെ ചോദിച്ചു. ഡോക്ടറുടെ വളരെ തന്മയത്വത്തോടെയുള്ള മൃദുവായ ശൈലിയിലുള്ള ശാന്തമായ മറുപടിയാണ്ട് മനസ്സിനെ സ്വാധീനിച്ചു. കുറേ നേരം സംസാരിച്ചു. കുറെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടുന്ന് ഇറങ്ങിപ്പോരും മാഷോട് പറഞ്ഞു, മാഷേ ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവിട്ടോ, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും മാഷേ എന്ന് പറയുകയും അദ്ദേഹം വിഷയങ്ങൾ ധാരാളമായി പഠിക്കുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം നമ്മുടെ മിമ്പറുകളിൽ ഖുതുബ നിർവഹിക്കുന്ന ഒരു ഖതീബാണ്. ആ മാഷ് മരിച്ചുപോയി. ഈ ഖതീബ് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഖുതുബ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുണ്യത്തിൽ ഒരു ഭാഗം അയാളുടെ കുറയാതെ ഈ മാഷക്കുല്ലേ. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളൊന്ന് ഇടപെട്ടാൽ നമ്മുടെ കുടുംബത്തിലെ അത്തരം ചില ആളുകളെ കണ്ടുകൊണ്ട് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ പുണ്യം വലിയ രൂപത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യ ബോധം നമ്മൾ ഉണ്ടാവുകയും അവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകാൻ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ചരിത്രമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവസാനിപ്പിക്കണേ, കുളി കഴിഞ്ഞിട്ട് ഉമ്മ പുറത്ത് വന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു. ഇതാണ്ട് കേട്ടപ്പോ അദ്ദേഹം അവിടെ നിന്നില്ല, ഓടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക്. വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഓടി, വഅന അബ്കി മിനൽ ഫറഹ്, സന്തോഷത്താൽ കരഞ്ഞുകൊണ്ട്. നേരത്തെ പോയപ്പോഴും കരഞ്ഞിരുന്നു, അത് സങ്കടം കൊണ്ടാണെങ്കിൽ ഈ പോക്ക് സന്തോഷത്താൽ കരഞ്ഞുകൊണ്ട് ഞാൻ ചെന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഈ ആഗ്രഹം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കുടുംബം ഒന്നിച്ച് സ്വർഗത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹം നമുക്കുണ്ടാകണം. അതിനുള്ള കഠിനാധ്വാനം ഉണ്ടാകണം. അതിന് ആദർശത്തിന്റെ തൗഹീദിൽ ഉറച്ച ജീവിതം ഉണ്ടെങ്കിലേ സ്വർഗത്തിൽ കിടക്കാൻ കഴിയൂ. അല്ലാഹുവോട് അത് വിളിച്ച് പ്രാർത്ഥിച്ചു പോയോ, മുഹീദ്ദീൻ ശൈഖെ കാക്കട എന്ന് ഇസ്തിഗാസ ചെയ്തു പോയോ, അത് തൗബ ചെയ്യാതെ മരിച്ചു പോയെങ്കിൽ ആ മനുഷ്യന് സ്വർഗമില്ല എന്ന ബോധമുണ്ടാകണം. അത് നമ്മുടെ കുടുംബത്തിൽ ഉറപ്പുവരുത്തുകയും ചെയ്യുക. അതുപോലെ കുടുംബസമേതം സ്വർഗത്തിലെത്താൻ അല്ലാഹുവോട് ദുആ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.